സ്റ്റീവ് ജെ സ്കോട്ടിൻ്റെ പുസ്തകമാണ് ഹൗ ടു സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്. ഒരുപക്ഷെ ധാരാളം പുസ്തകങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നാം റിവ്യൂ ചെയ്തിട്ടുണ്ട്, സമ്മറി അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ, കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എപ്പോഴും അത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അതേക്കുറിച്ചാണ് ജെ സ്കോട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഹൗ ടു സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ്. നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്, ചെയ്യാൻ ആഗ്രഹിക്കും, പക്ഷേ പലപ്പോഴും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായും പുസ്തകം വായിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എത്ര പുസ്തകങ്ങൾ വായിച്ചാലും അതിനകത്ത് ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ഒട്ടനവധി ആളുകൾ, ഭൂരിഭാഗം ആളുകളും തങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. ഈ പുസ്തകത്തിൽ പറയുന്ന 7 കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നാം കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യമാണ് ഈസിലി ഡിസ്ട്രാക്റ്റബിൾ. പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ആളായിരിക്കുന്ന ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നു, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, നാം അങ്ങോട്ട് പോകുന്നു. അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ വന്നു, അല്ലെങ്കിൽ ശബ്ദം കേട്ടു, അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആകുന്ന അവസ്ഥ. 2, ലാസ്റ്റ് മിനിറ്റിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ഈ ആഴ്ച ചെയ്യണമെന്ന് വിചാരിച്ചു, അവസാനത്തെ വീക്കെൻഡിൽ നാം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അന്നേരം വേറെ എന്തെങ്കിലും പ്രയോറിറ്റി വന്നു, നാം അവിടുന്ന് ചെയ്യാൻ സാധിക്കാതെ വരും. 3ാമത്തെ കാര്യം അൺകൺട്രോൾഡ് ആങ്സൈറ്റി. ആ കാര്യം ചെയ്യാനുള്ള ആശങ്ക അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠയെല്ലാം ഉണ്ടായിക്കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടും. 4ാമത്തെ കാര്യം പെർഫെക്ഷനിസ്റ്റ്. എല്ലാം വളരെ പെർഫെക്റ്റായി നല്ല നിമിഷത്തിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കുക. പക്ഷേ ആ നിമിഷം ഒരിക്കലും നമുക്ക് വരികയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 6ാമത്തെ കാര്യമാണ് നോ ടൈം. എനിക്കതിന് സമയമില്ല, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വളരെ ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. 6ാമത്തെ കാര്യമാണ് യുവർ ഫോക്കസ് ഈസ് ഓൺ സം അതർ തിങ്സ്. വേറെ എന്തെല്ലാമോ കാര്യങ്ങളിലാണ് നമ്മുടെ ഫോക്കസ്. 7ാമത്തെ കാര്യം നോ ഐഡിയ ഹൗ ടു സ്റ്റാർട്ട്. എങ്ങനെ തുടങ്ങണമെന്ന് നമുക്ക് യാതൊരു ഐഡിയയുമില്ല, എങ്ങനെയാണ് തുടങ്ങേണ്ടത് നമുക്ക് അറിയുന്നില്ല. ഈ 5 കാര്യങ്ങളാണ്, ഈ 7 കാര്യങ്ങളാണ് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും തുടങ്ങാനായിട്ട് സാധിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ നാം പ്രോക്രാസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന പുസ്തകത്തിൽ പറയുകയാണ്. ഇനി 4 ഫേസസ് ഉണ്ട് ഈ പ്രോക്രാസ്റ്റിനെ ഒഴിവാക്കാനായിട്ട്. ഈ 4 ഫേസിലൂടെ നാം കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് പ്രോക്രാസ്റ്റിനേഷനെ ഒഴിവാക്കാൻ സാധിക്കും. 1ാമത്തെ കാര്യമാണ് മേക്ക് എ ലിസ്റ്റ്. നാം ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കുക. 2ാമത് പ്രയോറിറ്റൈസ് ഇറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം ഏതാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക. പലപ്പോഴും പല പുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, MIT, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. അത് ലിസ്റ്റ് ചെയ്യുക. 3ാമത് ഡു 1 by 1. ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. 1 by 1 ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവരിക. 4ാമത്തെ കാര്യമാണ് റിവ്യൂ ദ പ്രോഗ്രസ്. അപ്പോൾ ഈ റിവ്യൂ, ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് കണ്ടിന്യൂസ് ആയി നാം റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ 4 കാര്യങ്ങളാണെങ്കിൽ 4 ഫേസാണ് നാം പ്രോക്രാസ്റ്റിനേഷനെ ഒഴിവാക്കണമെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായ പുസ്തകത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്. പക്ഷേ ഇത് കൂടാതെ ചില ട്രേറ്റ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതിൽ പറയുന്ന കാര്യമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഒരു കാര്യം നേടിയെടുക്കണമെന്ന്, വിജയിക്കണമെന്ന്, മുന്നേറണമെന്ന്, ലേൺ ചെയ്യണമെന്ന് അതിശക്തമായ ആഗ്രഹം, അതൊരു മൈൻഡ് സെറ്റാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റിലെ ആളുകൾക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാക്കിയില്ല. അതൊക്കെ പുതിയത് പഠിക്കണമെന്ന് ആഗ്രഹമില്ല, വളരണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കാര്യം നേടിയെടുക്കണം, എങ്ങനെയെങ്കിലും ഇത് പഠിക്കണമെന്ന ചിന്താഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കുക, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. 2ാമത്തെ കാര്യമാണ് പേഷ്യൻസ്. ഒരു കാര്യം ചെയ്യാൻ ആരംഭിച്ചു, നാളത്തെ റിസൾട്ട് വേണം. എക്സസൈസ് തുടങ്ങി, പിറ്റേ ദിവസം വെയിറ്റ് കുറയണം, അല്ലെങ്കിൽ ജിമ്മിൽ പോയി പിറ്റേ ദിവസം ബോഡി ഫിറ്റ് ആകണം, നടക്കില്ല. പേഷ്യൻസ് ആവശ്യമാണ്, കാത്തിരിക്കാൻ തയ്യാറാകണം. അതല്ലെങ്കിൽ തീർച്ചയായും നാം ആ കാര്യത്തെ ഒഴിവാക്കുകയും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാണ്. വേറെ കാര്യമാണ് സേ നോ. ഈ കാര്യങ്ങൾ ഒന്നും സമയത്ത് ചെയ്യാൻ കഴിയാത്തവർക്കുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ കാര്യത്തോടും യെസ് പറയുകയാണ്. എന്ത് വന്നാലും അത് ചെയ്യും. നമ്മുടെ ഫോക്കസ് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രയോറിറ്റി ലിസ്റ്റിനെ മാറ്റി വെച്ചുകൊണ്ട് പലതും ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റി ഇല്ലാത്ത, നമ്മുടെ ഫോക്കസ് ലിസ്റ്റ് ഇല്ലാത്ത കാര്യത്തോട് നോ പറയുവാനായിട്ട് തീർച്ചയായും നമുക്ക് സാധിക്കണം. വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് കലണ്ടർ. ഇത് പല പുസ്തകങ്ങളിലും ഉള്ള കാര്യങ്ങളൊക്കെയും പല പുസ്തകങ്ങളും ഇതെല്ലാം പറയുന്നുണ്ട്. കലണ്ടർ സെറ്റ് ചെയ്യുക. ഇപ്പോൾ നാം കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചാൽ പകുതിയും ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം ഞാൻ ഈ കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, അത് ഈ സമയത്ത് ചെയ്യുമെന്നുള്ള വ്യക്തമായ കലണ്ടർ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുക. അവസാനത്തെ പ്രധാനപ്പെട്ടമായ കാര്യമാണ് ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് മിസ്സിങ് എന്നെല്ലാം പറയാറുണ്ട്. പരാജയപ്പെട്ടു പോകുമോ, ഇത് ചെയ്യാൻ സാധിക്കുകയില്ലേ, അല്ലെങ്കിൽ തോറ്റു പോകുമോ. ഒരു പരീക്ഷ എഴുതുന്നയാൾ തോറ്റു പോകുമോ എന്ന് ഓർത്ത് വിഷമിക്കുകയാണെങ്കിൽ പരീക്ഷ എഴുതുകയില്ല. അതല്ലെങ്കിൽ ഒരു ഹൈ പൊസിഷൻസ് നേടാൻ ആഗ്രഹിക്കുന്ന ആൾ, എനിക്ക് അതിനുള്ള ശക്തിയില്ല, അല്ലെങ്കിൽ എനിക്ക് എന്നെക്കാൾ കൂടുതൽ ശക്തിയും അല്ലെങ്കിൽ
കഴിവുമുള്ള ആളുകളുണ്ട്, അതുകൊണ്ട് എനിക്ക് നേടാൻ സാധിക്കില്ല എന്നുള്ള ഭയമാണെങ്കിൽ നമുക്ക് നേടുവാൻ സാധിക്കില്ല. അപ്പോൾ ഒരു വിൽ പവർ ആവശ്യമാണ്, പോസിറ്റീവ് തിങ്കിങ് ആവശ്യമാണ്, ഡിറ്റർമിനേഷൻ ആവശ്യമാണ്. എന്നാൽ മാത്രമേ കാര്യങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ചിന്തിക്കുക, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ്. അതിനെ മറികടക്കണമെങ്കിൽ നല്ല വിൽ പവർ ആവശ്യമാണ്. സിസ്റ്റമാറ്റിക്കായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം കൂടി ഓർക്കുക, മിനി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ആറ്റോമിക് ഹാബിറ്റ്സ്, ടൈനി ഹാബിറ്റ്സ്, സ്മോൾ ഹാബിറ്റ്സ്, ഇങ്ങനെ ധാരാളം കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തും പറയുന്നുണ്ട് ഡു 1 by 1 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറുതായി തുടങ്ങുവാൻ ആരംഭിക്കുക, വലിയ ടാസ്കിനെ ചെറുതായി സ്പ്ലിറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെ ഏത് വലിയ കാര്യവും നമുക്ക് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ, മടുപ്പ് ഉളവാക്കാതെ ചെയ്യാൻ സാധിക്കുന്ന ചിന്തയാണ് ഹൗ ടു സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേറ്റിംഗ് എന്നുള്ള പുസ്തകത്തിലൂടെ സ്റ്റീവ് S.J. സ്കോട്ട് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. ഒട്ടനവധി പുസ്തകത്തിലെ ആശയങ്ങളെല്ലാം ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. പ്രോക്രാസ്റ്റിനേഷൻ നമ്മെ നശിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം അത് ഇല്ലായ്മ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഡു ഇറ്റ് ടുഡേ എന്നുള്ള ആശയത്തിലൂടെ, അല്ലെങ്കിൽ സ്മോൾ ആൻഡ് സ്റ്റുപ്പിഡ് എന്നുള്ള ആശയത്തിലൂടെ, ഡു ഇറ്റ് നൗ എന്നുള്ള ആശയത്തിലൂടെ എല്ലാം ഈ അവസ്ഥയെ മറികടക്കുവാൻ സാധിക്കും. അത് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റും സക്സസ് മൈൻഡ് സെറ്റും ഉണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.